സംസ്ഥാന പോലീസ് മേധാവിക്ക് രൂക്ഷ വിമർശനവുമായി DGP യോഗേഷ് ഗുപ്ത. പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനം താഴേക്കാണ് എന്നാണ് ഫയർഫോഴ്സ് മേധാവി കൂടിയായ യോഗേഷ് ഗുപ്തയുടെ വിമർശനം. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് യോഗേഷ് ഗുപ്ത കത്ത് നൽകി. തന്റെ വിജിലൻസ് ക്ലിയറൻസ് അപേക്ഷ പരിഗണിക്കാത്തതിനാലാണ് വിമർശനം ഉയർന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സംസ്ഥാന പോലീസ് മേധാവിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു DGP തന്നെ എങ്ങനെ ഒരു പരാതി കത്ത് നൽകുന്നു എന്നുള്ളത്, പോലീസ് ആസ്ഥാനത്തിൻ്റെ പ്രവർത്തനം താഴേക്കാണ് പോകുന്നത് എന്ന് കുറ്റപ്പെടുത്തുന്നതൊക്കെ ശ്രദ്ധേയമാണ്. എന്താണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം? ഇങ്ങനെയൊരു അതൃപ്തി രൂപപ്പെട്ടതും ഒരു വിമർശന സ്വഭാവത്തിൽ ഒരു കത്തയക്കാനുള്ള സാഹചര്യം എന്താണ് ഷഫീദ്? അർജിത്ത്, പോലീസിനെ സംബന്ധിച്ചൊരു തലവേദന കാലമാണ്. മാത്രവുമല്ല, ഈ വിജിലൻസ് മേധാവിയായിരുന്ന യോഗേഷ് ഗുപ്ത പിന്നീട് ഫയർഫോഴ്സിലേക്ക് മാറിയതും അദ്ദേഹത്തിന് സർക്കാർ അദ്ദേഹത്തോട് കാട്ടിയ ചില കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വാർത്തയാവുകയും അത് അദ്ദേഹം തന്നെ പലതരത്തിൽ നിയമപോരാട്ടത്തിന് തുടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലടക്കം അദ്ദേഹം നിയമപോരാട്ടത്തിന് കടന്നിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ അതിലേറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ഈ കേന്ദ്ര സർവീസിൽ DGP ആയി എംപാനൽ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള വിജിലൻസ് ക്ലിയറൻസ്, വിജിലൻസിൻ്റെ സ്ഥിതിവിവര റിപ്പോർട്ട് ആവശ്യപ്പെട്ടായിരുന്നു യോഗേഷ് ഗുപ്ത സർക്കാരുമായി ഇടഞ്ഞത്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഒഫീഷ്യൽ വഴിയിൽ പോയി. പിന്നീട് അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം അടക്കം ചോദിച്ചിട്ടും ഏതെങ്കിലും തരത്തിൽ അത് മറുപടി കൊടുക്കാൻ കഴിയില്ല. അതൊരു സീക്രട്ട് സ്വഭാവത്തിലുള്ളതാണ് എന്നുള്ളതായിരുന്നു ഈ വിവരാവകാശ കമ്മീഷണർ വഴി പോലീസ് മേധാവി പോലീസ് ആസ്ഥാനത്ത് നിന്ന് കൊടുത്ത മറുപടി. ഇതടക്കമുള്ള കാര്യങ്ങളിലെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയായിട്ടുള്ള DGP യോഗേഷ് ഗുപ്ത സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള റവാഡ ചന്ദ്രശേഖറിന് ഒരു കത്ത് നൽകിയിട്ടുള്ളത്. ആ കത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം, ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിനും അതേപോലെ തന്നെ റിപ്പോർട്ടുകളുടെ കാര്യത്തിലും പോലീസ് ആസ്ഥാനം താഴേക്ക് പോവുകയാണ്. പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനം അത് താഴേക്ക് പോവുകയാണ്. തന്നെ വ്യക്തിപരമായത് തൻ്റെ പ്രൊഫഷണൽ ലൈഫിലടക്കം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നടക്കമുള്ള കാര്യങ്ങളും യോഗേഷ് ഗുപ്ത ആ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് നൽകാൻ കത്തും ഇമെയിലും വഴി 9 തവണ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ ഗൗനിച്ചില്ലെന്നും ഉദ്യോഗസ്ഥ നിലയിലുള്ള വളർച്ച തടയാൻ ലക്ഷ്യമിട്ടതാണെന്നും അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തലുണ്ട്. മാത്രമല്ല, അദ്ദേഹം ട്രൈബ്യൂണലടക്കം പരാതിയുമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഒരു മുതിർന്ന DGP സംസ്ഥാന പോലീസ് മേധാവിക്ക് അസാധാരണമായ ഒരു കത്ത് കൊടുക്കുന്നു. ആ കത്തിൽ പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനം താഴേക്ക് പോകുന്നു, തലകുത്തായി താഴേക്ക് പോകുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. രഞ്ജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.